അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മധുരയിലാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 2 years ആയിട്ട് ഇവിടെ ജോബ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ മധുരയിലെ യമുന നദി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബോട്ടിങ് വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഷോർട്സൊക്കെ ഇടാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്ക് വന്നിരിക്കും. ഒരു ഭയങ്കര ശാന്തിയാണ് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ ബോട്ടിങ്ങൊക്കെ നടത്തി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൻ്റെ അവിടെ നിന്ന് 1 kilometer 1.5 kilometer ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ശരി ഞങ്ങളിങ്ങനെ നമ്മുടെ ചാനലിൽ ഇടാം എന്ന് കരുതി. അപ്പോൾ ഷോർട്സൊക്കെ ഇടുമ്പോൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ആദ്യമൊക്കെയാണ് ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കുകയാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമി ആയതുകൊണ്ട് ഇവിടെ വിശ്രം ഘാട്ട് എന്ന് പറയും ഈ പറയുന്നൊരു സ്ഥലം. ഇവിടെ വിശ്രം ഘാട്ടാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കൃഷ്ണ ജന്മഭൂമി, വൃന്ദാവനം ഒക്കെ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് വിശ്രം ഘാട്ടാണ്. ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും ബോട്ടിങ്ങിന് വരുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ. ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ യമുന ആരതിയൊക്കെ കാണാനൊക്കെ ആയിട്ട് ഈവനിങ് ടൈമൊക്കെ ഭയങ്കര വൈബാണ് ഇവിടെ. അപ്പോൾ ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ബോട്ടിലൂടെ പോകുമ്പോൾ അത് കാണാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അപ്പുറം കംസൻ്റെ കൊട്ടാരാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററിയൊക്കെ അറിയുന്നുണ്ടാവും എല്ലാവർക്കും. പിന്നെ ശ്രീകൃഷ്ണനെ കംസൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ യമുന നദി കടത്തിയിട്ട് മറ്റേ ഗോകുലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക്, ഈ നദിയുടെ അപ്പുറത്തേക്ക്. അപ്പോൾ ഈ നദിയിലൂടെ ഈ വഴിയാണ് കടത്തിക്കൊണ്ട് പോയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ഈ നദിയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയാനല്ല, ഇത് വരുന്നത് പുണ്യസ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ശാന്തിയും ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ കിളികളുണ്ട് ഇവിടെ, ഒരുപാട് കിളികൾ, പക്ഷികൾ. ഈ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അത് ആദ്യമൊക്കെ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് കടലയും പൂരിയൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കഴിക്കാനായിട്ട് ഒരുപാട് പക്ഷികൾ അടുത്തേക്ക് വരും. അത് കാണാൻ ആകെ ഭയങ്കര വൈബ്. അപ്പോൾ അതാണ് എന്താ പറയുക ഞങ്ങൾ പ്രത്യേകിച്ച് കാണിക്കാമെന്ന് കരുതിയത്. പിന്നെ ഇങ്ങനെ എപ്പോഴും വരും, ഇങ്ങനെ പോവും. ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. ഒരുപാട് നല്ല വൈബ് പിടിച്ച സ്ഥലമാണ് മധുരയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം ഇനിയും മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.